നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഫേസിൽ മാത്രമല്ല ശരീരം മുഴുവനിലുള്ള ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ആണെങ്കിലും ബോഡിയിലെ ആണെങ്കിലും ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്കിനോടൊപ്പം നമ്മളൊരു സ്ക്രബും കൂടെ ചെയ്യുന്നുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്കിന്നിന്ന് ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ നമുക്ക് ഫേസിലെ ടാൻ മാറ്റാനായിട്ടും ഫുൾ ബോഡിയിലെ ടാൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മുടെ സ്കിൻ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മസൂർ ദാളാണ്. മസൂർ ദാൾ നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ മസൂർ ദാൾ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1 സ്പൂൺ മസൂർ ദാളിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ 1 സ്പൂണാണ് വേണ്ടത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ്. പാലെടുക്കുമ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ എത്ര പാൽ വേണോ അത്രയും പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ എമൗണ്ട് എടുക്കുക. അപ്പോൾ ഞാൻ വളരെ ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ 1 തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആഴ്ചയിൽ 1 തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നിങ്ങളൊരു 35-40 വയസ്സൊക്കെ ആയവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. 1 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ ഫുൾ ബോഡിയിലെ ടാൻ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ആഴ്ചയിൽ 1 തവണ ഈ ഒരു ക്ലീനപ്പ് ചെയ്ത് നോക്കുക. ഫേസിലെയും ഫുൾ ബോഡിയിലെയും ടാൻ റിമൂവ് ആക്കിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.